ഒരു ചരിത്ര നിയോഗം പോലെ പരിശുദ്ധാത്മാവിന്റെ സഭയെ പതിറ്റാണ്ടുകളോളം മുന്നിൽ നിന്ന് നയിച്ച വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഇടവക ദേവാലയത്തിലേക്കും അദ്ദേഹം തൻ്റെ ബാല്യകാലം ചെലവഴിച്ച ക്രാക്കോവിലെ കൊച്ചു ഭവനത്തിലേക്കും നമ്മൾ വിരുന്നു പോവുകയാണ്. തികച്ചും സാധാരണക്കാരിൽ സാധാരണക്കാരായി ജീവിച്ച് കടന്നുപോയ ഒരു കൊച്ചു കുടുംബത്തിൻ്റെ കഥ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടും. ഈ കുഞ്ഞു മുറികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കൺമുന്നിൽ തന്നെ കുഞ്ഞു ലോലക് കരോൾ വോയ്റ്റീവയായും ജോൺ പോൾ രണ്ടാമനായും പിന്നീട് വിശുദ്ധനായും ഒക്കെ കടന്നു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനുഷ്യ സ്നേഹിയായ ഏതൊരു മനുഷ്യൻ്റെയും നെഞ്ചുലയ്ക്കുന്ന അലിയക്കയുടെ തോക്കും തിരകളും നമ്മുടെ കൺമുമ്പിലേക്ക് കടന്നു വരും. അതോടൊപ്പം തന്നെ ജോൺ പോൾ രണ്ടാമൻ തൻ്റെ ഇഹലോകവാസകാലത്ത് അണിഞ്ഞിരുന്ന എല്ലാ തിരുവസ്ത്രങ്ങളും വളരെ പൂജ്യമായി ഈ കുടുംബത്തിൻ്റെ കുഞ്ഞുമുറികളിൽ ഇന്നും സൂക്ഷിച്ചു വയ്ക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ യുവജനങ്ങളെ ഏറെ സ്നേഹിച്ച ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അവരോടുള്ള വാക്കുകൾ നമ്മുടെ കാതുകളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഈ കുഞ്ഞുമുറികളിലൂടെയും പിന്നീട് ഈ ഇടവക ദേവാലയത്തിൻ്റെ മാമോദീസ തൊട്ടിയുടെയും അൾത്താരയുടെയും സമീപത്തുകൂടെ ഒക്കെ നടക്കുമ്പോൾ വിശുദ്ധിയുടെ ഒരു പരിമളം നമ്മെ വലയം ചെയ്യുന്നതായി ഏതൊരു തീർത്ഥാടകനും അനുഭവവേദ്യമാകും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയുടെ ആ നിഷ്കളങ്കതയിലേക്ക്, ആ നൈർമല്യം നിറഞ്ഞു നിൽക്കുന്ന ആ മുറികളിലേക്ക്, കുഞ്ഞു ലോലക് തട്ടിക്കളിച്ച ആ പന്തിൻ്റെ നറുമണത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. വാർഡ് ഓഫീസിലെ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ കുടുംബ വീട് ഇപ്പോൾ ഒരു മ്യൂസിയമാണ്. കൊൽസീന സ്ട്രീറ്റിലെ 7-ാം നമ്പറിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കരോൾ വോയ്റ്റീവ എന്ന ജോൺ പോൾ രണ്ടാമൻ പാപ്പ ജനിച്ചതും ബാല്യവും യൗവനവും പിന്നിട്ടതും ഇവിടെയാണ്. പാപ്പയുടെ ജീവിതം വിവരിക്കുന്നതും പാപ്പ ഉപയോഗിച്ചിരുന്നതുമായ കരകൗശല വസ്തുക്കളും പാപ്പയെപ്പറ്റിയുള്ള മൾട്ടിമീഡിയ പ്രദർശനങ്ങളുമെല്ലാം ഇവിടെയുണ്ട്. പോപ്പ് സെയിന്റ് ജോൺ പോൾ രണ്ടാമൻ 1920 മെയ് 18 പോളണ്ടിലെ ക്രാക്കോവിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയുള്ള വാർഡ് ഓഫീസിലാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിന് 18 വയസ്സാകുന്നതുവരെ, അതായത് 1919 മുതൽ 1938 വരെ അവർ ഈ വീട്ടിലാണ് താമസിച്ചത്. 1919 പാപ്പയുടെ കുടുംബം ഈ വീടിന്റെ 1-ാം നിലയിൽ അടുക്കളയുള്ള 2 മുറികൾ വാടകയ്ക്ക് എടുക്കുകയായിരുന്നു. അമ്മയുടെ മരണശേഷം കരോൾ എന്ന പേരിൽ ബാല്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പാപ്പയും അദ്ദേഹത്തിന്റെ പിതാവും ഒരു ചെറിയ മുറിയും അടുക്കളയും മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. 1938 പിതാവിനൊപ്പം ക്രാക്കോവിലേക്ക് പാപ്പ താമസം മാറുകയും ജാഗിയലോണിയൻ സർവകലാശാലയിൽ ചേരുകയും ചെയ്തു. ഇന്ന് കൊൽസീന സ്ട്രീറ്റിലെ ഈ കെട്ടിടം ജോൺ പോൾ II ഫാമിലി ഹോം എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രതിവർഷം 2.5 ലക്ഷം സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. പോളിഷ് സാംസ്കാരിക ദേശീയ പൈതൃക മന്ത്രാലയം, മാലോപോൾസ്ക മേഖല, വാർഡോവിസ് ടൗൺഷിപ്പ്, ക്രാക്കോ അതിരൂപത എന്നിവയെല്ലാം ചേർന്ന് 2010 ഏപ്രിൽ 12 ഇവിടെ മ്യൂസിയം ആരംഭിക്കുകയായിരുന്നു. പോപ്പ് മ്യൂസിയം കുറെ കൂടി ആകർഷകമാക്കുന്നതിന്റെ ഭാഗമായി തൊട്ടടുത്ത ഫ്ളാറ്റുമായി ലയിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പോപ്പിന്റെ ഒട്ടനവധി വ്യക്തിപരമായ വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നു.
സെയിന്റ് പീറ്ററുമായി പങ്കിടുന്ന പർദീസായുടെ 2 താക്കോലുകൾ പാപ്പ കൈകളിലെടുക്കുന്നതിന്റെ ചിത്രം, അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ നിരവധി പുസ്തകങ്ങളും പ്രസംഗങ്ങളും, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾ, അതായത് ഒരു ഗായക സംഘത്തിലെ ആൺകുട്ടി, ഒരു ഫുട്ബോൾ ടീമിലും ക്രാക്കോവിലെ യൗവനത്തിൽ ഒരു നടനായും, ബെഡ്കിഡ്സ് പർവ്വതനിരകളിൽ അലഞ്ഞു നടക്കുന്നയാളായും, ക്രാക്കോവിലെ പ്ലാന്റി ഗാർഡൻസിൽ അമ്മായിയോടൊപ്പം അലഞ്ഞു നടക്കുന്നയാളായും ചിത്രീകരിച്ചിരിക്കുന്ന നിരവധി ചിത്രങ്ങളും ഇവിടെയുണ്ട്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സ്റ്റൗവിന്റെയും ഇസ്തിരിയുടെയും എടുത്ത് അദ്ദേഹത്തിന് മഴു, ഐസ് പിക്കുകൾ, കയറാനുള്ള കയറുകൾ, വാട്ടർ ബോട്ടിൽ എന്നിവയുണ്ടായിരുന്നു. ഏതായാലും 10,000-കണക്കിന് ആളുകൾ ആ വിശുദ്ധന്റെ ജീവിതം തൊട്ടറിയുകയാണ് ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ മ്യൂസിയത്തിലൂടെ കടന്നു പോകുമ്പോൾ. തീർത്ഥാടകരായും സന്ദർശകരായും ചരിത്ര അന്വേഷികളുമായുമൊക്കെ ധാരാളം പേർ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഈ കുഞ്ഞു ഭവനത്തിലേക്കും ഈ ഇടവക ദേവാലയത്തിലേക്കും കടന്നു വരാറുണ്ട്. ഇവിടെ കടന്നു വരുന്നവരാരും പെട്ടെന്ന് മടങ്ങിപ്പോകുന്നില്ല. ഈ വീടും ഈ ദേവാലയവും ഒക്കെ സന്ദർശിച്ചിട്ട് അവർ ഈ പള്ളിമുറ്റത്ത് ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആരെയോ വേർപിരിയാൻ മനസ്സ് മടിക്കുന്നത് പോലെ. ആ വിശുദ്ധിയുടെ കഥകളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. ക്രാക്കോവിൽ നിന്നും ഫാദർ പ്രിൻസ് തെക്കേപ്പുറം, CSSR.